നിങ്ങൾ ഉപയോഗിക്കുന്ന സിം കാർഡ് നിങ്ങൾ ലോക്ക് ചെയ്തിട്ടുണ്ടോ? ലോക്ക് ചെയ്താൽ എന്താണ് ഗുണങ്ങൾ, എന്താണ് ദോഷങ്ങൾ എന്നൊന്ന് പഠിച്ചു വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ 8ന്റെ പണി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്താണെന്നല്ലേ, നമുക്കിപ്പോൾ ആദ്യം സിം കാർഡ് എങ്ങനെ ലോക്ക് ചെയ്യാമെന്നും അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നും ഒന്ന് പഠിക്കാം. സിം കാർഡ് ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സിം കാർഡ് മറ്റാർക്കും മിസ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മുടെ സിം കാർഡ് എങ്ങനെയാണ് മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യുന്നത് എന്ന്. നമ്മുടെ മൊബൈൽ എങ്ങാനും കളവ് പോയി കഴിഞ്ഞാൽ അത് ലഭിക്കുന്ന ആളുകൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കില്ലെങ്കിലും സിം കാർഡ് മറ്റൊരു മൊബൈലിൽ യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ പേരിലുള്ള നമ്മുടെ നമ്പർ വെച്ചിട്ട് അവർക്ക് പല ഫ്രോഡ് കോളുകളും ചെയ്യാനും സാധിക്കും. അതുമാത്രമല്ല, ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നമ്മുടെ ആ ഒരു സിം കാർഡ് കൊണ്ട് പല കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരുപാട് ദോഷങ്ങളുണ്ടാകും. നേരെ മറിച്ച് നമ്മുടെ സിം കാർഡ് ലോക്കിലാണെങ്കിൽ ഒരിക്കലും തന്നെ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനേ സാധിക്കില്ല. അപ്പോൾ സിം കാർഡ് ലോക്ക് ചെയ്താൽ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇനി സിം കാർഡ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ദോഷം, അതും കൂടി ഒന്ന് പഠിക്കണമല്ലോ. സിം കാർഡ് ലോക്ക് ചെയ്തിടുന്നത് 4 ഡിജിറ്റ് പിൻ നമ്പർ ഉപയോഗിച്ചിട്ടാണ്. ഈ ഒരു പിൻ നമ്പർ എങ്ങാനും നിങ്ങൾ തെറ്റായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പരിധിവരെ തെറ്റായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സിം കാർഡ് ടെമ്പററി ബ്ലോക്ക് ആകും. പിന്നെ അത് ഉപയോഗിക്കണമെങ്കിൽ PUK കോഡ് എൻ്റർ ചെയ്യണം. PUK എന്നാൽ പേഴ്സണൽ അൺബ്ലോക്കിംഗ് കീ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് എൻ്റർ ചെയ്യണമെങ്കിൽ ആ ഒരു PUK നമ്പർ ലഭിക്കണമല്ലോ. നിങ്ങൾക്കിപ്പോൾ സിം കാർഡ് നിങ്ങൾ പുതുതായിട്ട് എടുക്കുമ്പോൾ ആ കാർഡിൽ തന്നെ ഒരു സൈഡിൽ PUK എന്ന് എഴുതിയിട്ടുണ്ടാവും. അതൊന്ന് സ്ക്രാച്ച് ചെയ്യേണ്ട ആവശ്യമേ. സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു PUK നമ്പർ ലഭിക്കും. ഇതൊക്കെ ആരാണ് സൂക്ഷിക്കുക എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നുണ്ടാകുക. അതൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് PUK കോഡ് എടുക്കുന്ന സംഭവം ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സിം കാർഡ് ലോക്ക് ചെയ്തിടുന്നത്? ഇനി ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ടെമ്പററി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ PUK കോഡ് എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ സാധിക്കുക എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ സിം കാർഡ് ലോക്ക് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. സിം എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ സിം കാർഡ് ലോക്കിൻ്റെ ഓപ്ഷൻ ഇവിടെ വരും. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷനിലാണ് ഈ ഒരു സംഭവം കിടക്കുന്നത്. സിം കാർഡ് ലോക്ക് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മൊബൈലിൽ ഉപയോഗിക്കുന്ന 2 സിം കാർഡും ഇവിടെ കാണിക്കും. ഏത് സിമ്മാണ് നിങ്ങൾക്ക് ലോക്ക് ചെയ്യേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുവരെ ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ 0000 അടിച്ചാൽ മതി, അല്ലെങ്കിൽ 1234. ഓക്കെ, ഞാൻ 1234 ആണ് അടിച്ചിട്ടുള്ളത്. ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്ത നമ്പർ തന്നെയാണ് 1234. ഓക്കെ, അതിനുശേഷം ഇവിടെ ഞാൻ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലോക്ക് ഓൺ ആകും. ഇനി നമുക്ക് ഇഷ്ടമുള്ള പിൻ കോഡ് ചേഞ്ച് ചെയ്യാം. ഇവിടെ ചേഞ്ച് സിം പിൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ നമ്മൾ കൊടുത്ത ആ ഒരു കോഡ് ആദ്യം അടിക്കുക. എന്നിട്ട് പുതിയ കോഡ് നിങ്ങൾക്ക് ഏതാണ് ഓർമ്മയുള്ളത് തന്നെ അടിക്കണം കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഓഫ് ചെയ്യാനും സാധിക്കില്ല. ഓഫ് ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു എൻ്റർ ചെയ്ത കോഡ് അടിച്ചാൽ മാത്രമേ ഓഫ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഈ ഒരു കോഡ് നമ്പർ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഓക്കെ, ഇനി അങ്ങനെ മറന്നു പോയി കഴിഞ്ഞാൽ PUK കോഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതെങ്ങനെ നമുക്ക് എടുക്കാൻ സാധിക്കും? നിങ്ങൾ എയർടെൽ ആണെങ്കിൽ എയർടെലിൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഹെൽപ്പ് എന്ന ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫേസിംഗ് ഇഷ്യൂ വിത്ത് സിം കാർഡ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. ഇവിടെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് PUK എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ സെൻഡ് കൊടുക്കുക. PUK എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെൻഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇതുപോലെ കാണിക്കും. യെസ് പ്രൊസീഡ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഏറ്റവും മുകളിലുള്ള എക്സിസ്റ്റിംഗ് സിം എന്ന ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ 3-4 ഓപ്ഷൻസ് വരും. അതിൽ PUK കോഡ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. അവർ തന്നെ നമുക്ക് PUK കോഡ് നൽകും. ഓക്കെ, കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കണ്ടോ, ഇതാണ് നമ്മുടെ PUK കോഡ്. ഇതൊന്ന് കോപ്പി ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതൊന്ന് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നത് ജിയോയുടെ സിം കാർഡ് ആണെങ്കിൽ അതും ഇതിൽ തന്നെ നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. മൈ ജിയോ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലതുവശത്ത് മുകളിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ അല്ലെങ്കിൽ പ്രൊഫൈൽ നെയിം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഏറ്റവും താഴേക്ക് വരാം. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജിയോ കെയർ ഹെൽപ്പ് സപ്പോർട്ട് എന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ ചാറ്റ് വിത്ത് അസ് എന്ന ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അവിടെയും PUK എന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് കൊടുക്കുക. സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക.
അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. താഴെ കാണുന്ന അൺലോക്ക് സിം യൂസിങ് PUK എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സിം കാർഡ് ഇത് തന്നെയാണോ എന്ന് ചോദിച്ചിട്ട് നിങ്ങളെ നമ്പർ കാണിക്കും. പിന്നെ എസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ സിം കാർഡ് ഇത് തന്നെയാണ്, അതുകൊണ്ട് എസ് എന്ന ഭാഗം സെലക്ട് ചെയ്യുകയാണ്. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ PUK ഇവിടെ അവർ അയച്ചു തരും. കണ്ടോ, ഇതാണ് നമ്മുടെ ഈ സിം കാർഡിൻ്റെ PUK നമ്പർ. ഇത് കോപ്പി ചെയ്താൽ മതി, അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ PUK കോഡ് നിങ്ങൾക്ക് ലഭിക്കും. അതിനായിട്ട് മറ്റൊരു മൊബൈലിൽ നിന്നും മറ്റൊരു നമ്പറിൽ നിന്നും നിങ്ങൾക്ക് ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജിയോ ആണെങ്കിൽ 198 അല്ലെങ്കിൽ 1800889999 എന്ന നമ്പറിലേക്കാണ് കസ്റ്റമർ കെയറിൽ വിളിക്കേണ്ടത്. പിന്നെ എയർടെൽ ആണെങ്കിൽ 121 എന്ന നമ്പറാണ്. ഇനി മറ്റൊരു നമ്പറിൽ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ 9849012345 എന്ന നമ്പറിലാണ് നിങ്ങൾ കസ്റ്റമർ കെയറിൽ വിളിക്കേണ്ടത്. പിന്നെ VI ആണെങ്കിൽ 199 അല്ലെങ്കിൽ മറ്റൊരു നമ്പറിൽ നിന്നാണെങ്കിൽ 9820098200 എന്ന നമ്പറിലാണ് കസ്റ്റമർ കെയറിൽ വിളിക്കേണ്ടത്. BSNL ആണെങ്കിൽ 1503 അല്ലെങ്കിൽ 180018011503 എന്ന നമ്പറിലേക്കാണ് കസ്റ്റമർ കെയറിൽ വിളിക്കേണ്ടത്. എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബോധ്യപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ PUK നമ്പർ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി ഈ PUK കോഡ് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം സൂക്ഷിക്കണം. നിങ്ങൾ എൻ്റർ ചെയ്യുന്ന PUK കോഡ് 10 പ്രാവശ്യം നിങ്ങൾക്ക് അവസരം തരും. ആ 10 പ്രാവശ്യവും നിങ്ങൾ തെറ്റായിട്ടാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സിം കാർഡ് പെർമനൻ്റ് ആയിട്ട് ബ്ലോക്ക് ആകും. പിന്നെ സിം കാർഡ് ഉപയോഗിക്കാനേ സാധിക്കില്ല. ഇനി ഉപയോഗിക്കണമെങ്കിൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സിം കാർഡ് നിങ്ങൾ എടുക്കേണ്ടി വരും. അതിനായിട്ട് ഓഫീസിൽ പോകണം. നിങ്ങളുടെ ഡോക്യുമെൻ്റ് നിങ്ങൾ എന്ത് വെച്ചാണ് സിം കാർഡ് എടുത്തിട്ടുള്ളത് അതൊക്കെ നിങ്ങൾ ഹാജരാക്കണം. എന്നിട്ട് അവിടെ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കേണ്ടി വരും. അപ്പോൾ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.